ഹലോ ഗായ്സ്. അപ്പം ഇന്നലെ ചീരങ്കാവ് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയുടെ ചെയിനെ കൂട്ടിപ്പോയി. അപ്പോൾ അത് അവിടെ ഒരു ബാങ്കിലൂടെ കെട്ടിച്ചിട്ട് ഇപ്പോൾ വരുന്നതാണ്. അപ്പോൾ പിന്നെ വണ്ടി എടുക്കാനായിട്ട് പോവാം. ഞാനിപ്പോൾ വണ്ടി ഇരിപ്പുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരന്മാരെ വിളിക്കണം. അമ്മമാരെ വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നിന്ന് വണ്ടി കയറ്റി കൂട്ടുകാരുടെ വർഷാപ്പിലോട്ട് വണ്ടി കൊണ്ടുപോകണം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഓക്കെ ബൈ. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി വണ്ടി കയറ്റാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൻകാര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു വന്നാൽ പിന്നെ ഇനിയിപ്പോൾ 2 കൂട്ടുകാരെ വിളിക്കാനുണ്ട്. അപ്പോൾ അവർ അതുവഴി അങ്ങ് വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് വന്നേക്കെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളാണ്ട് എഴുകോണ് പാലം എത്താറായി. അപ്പം പാലത്തിന് തൊട്ട് താഴെയാണ് അവിടെ ബാങ്കിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. അത് രാത്രി ഒരു 10:30 ആയപ്പോഴത്തേക്കാണ് വണ്ടിയുടെ ചെയിൻ പൊട്ടിപ്പോയത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നാളെ ഒന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി അവിടെ വെച്ച് ലോക്കും ചെയ്തിട്ട് ഇനി പോരുന്നുണ്ട്. വണ്ടി നമ്മുടെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ 2 കൂട്ടുകാരന്മാരും കൂടി വരും. അപ്പം അങ്ങനെ ഒരു രാത്രി ഫുള്ള് വണ്ടി ഇവിടെ ആയിരുന്നു. എന്ത് ചെയ്യാനാ, രാത്രി പിന്നെ വേറെ വണ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതാണ്ട് ചെയിൻ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചെയിൻ ഓട്ടത്തിൽ. പക്ഷെ നമ്മളൊരു 25 ചെയിൻ എനിക്ക് കയറി ഇറങ്ങിയ ഒരു പിടുത്തം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ വണ്ടി പതുക്കെ സ്ലോ ആക്കി, എന്നിട്ട് നിർത്തിയിട്ട് വീണ്ടും എടുത്തപ്പോഴാണ് അത് പൊട്ടിപ്പോയത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൂട്ടുകാരന്മാരുണ്ടാകും 2 പേരും കൂടി വന്ന്. അപ്പോൾ അവന്മാരെ കൂടെ സഹായത്തിന് വേണ്ടി വിളിച്ചാണ്. അങ്ങനെ നമ്മളിനിപ്പോൾ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. വണ്ടി വന്നിട്ട് വേണം, നമ്മളൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, ഒരു പെട്ടി ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ശേഷം വേണം വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകാൻ. അപ്പോൾ ഇന്ന് എന്തോ പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ വെച്ചാണ് വണ്ടിയുടെ ചെയിൻ പൊട്ടിയിരുന്നത് കേട്ടോ. അപ്പം ഇടയ്ക്ക് വണ്ടി നമ്മൾ കയറ്റാൻ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഇടയ്ക്ക് പോലീസുകാർ വന്നിട്ടായിരുന്നു. അപ്പം ഏതോ പാർട്ടി നേതാവാണോ ആരോ അറിയത്തില്ല, ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവന്മാർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അങ്ങനെ നമ്മുടെ മാമനും വന്നിട്ടുണ്ട്, വണ്ടിയും വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ വണ്ടി കയറ്റിയിട്ട് നമുക്ക് നേരെ കൊട്ടാരക്കര നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ്. അപ്പം ഇവിടുന്ന് ഏതാണ്ട് നമുക്കൊരു 13-14 കിലോമീറ്റർ ഇവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് ഉണ്ട്. അപ്പം വണ്ടി കയറ്റാൻ പോകുന്ന സ്ഥിതിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇച്ചിരി പാടുണ്ടായിരുന്നു. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ താഴെ അണ്ടർ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടാത്ത നമ്മൾ സൂക്ഷിച്ച് കയറ്റണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് തത്രപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയ സഹായമായി. അപ്പം അതിനിടയ്ക്ക് മാമനാണ് വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ വണ്ടി തന്നെ അതിന് മുകളിൽ കയറ്റി ടൈറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് ടൈറ്റ് ചെയ്യണ്ടേ. ആദ്യമേ കയറി ടൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഫ്രണ്ടിലത്തെ ഗ്രില്ലിനകത്ത് നമ്മുടെ ഫ്രണ്ടിലത്തെ ധൂമ് ജസ്റ്റ് ഒന്ന് തട്ടിയായിരുന്നു. അപ്പം അത് നമ്മൾ നോക്കി കുറച്ചുകൂടി മാറ്റി വെച്ചൊക്കെയാണ് ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതിനിടയ്ക്ക് തന്നെ കുറേ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയവരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇടയ്ക്കാണ് വണ്ടിയെ കയറ്റി ടൈറ്റ് ചെയ്ത് നമ്മൾ പോകാറായപ്പോഴത്തേക്കാണ് അവർ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചത് എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതേപോലെ ചെയിൻ പൊട്ടി എന്നൊക്കെ പറഞ്ഞായിരുന്നു. കണ്ടതുകൊണ്ട് ആ വണ്ടി പോകുന്നുണ്ടായിരുന്നല്ലോ അങ്ങോട്ട്. അവരാണ് തിരിച്ചെന്നപ്പോൾ ചോദിച്ചത്. അങ്ങനെ ടൈറ്റ് എല്ലാം ചെയ്തു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളിനിപ്പോൾ കൊട്ടാരത്തിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പം കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളാണെങ്കിൽ ഓട്ടോയുടെ ബാക്കിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കിൽ കയറ് പൊട്ടിയോ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറകെ നോക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കേടായാലും അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് കെട്ടി വലിക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെട്ടി വലിക്കാൻ ആരും നിൽക്കല്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ഫോട്ടോ എടുത്ത് കൊടുത്താലും മതി, പെറ്റി വീട്ടിൽ വരും. അതല്ലെങ്കിൽ കോൺസ്റ്റബിൾ അവർ വിളിച്ച് പെറ്റി തരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും കെട്ടി വലിച്ചുകൊണ്ട് പോകരുത്. അല്ലെങ്കിൽ രാത്രി കെട്ടി വലിച്ചൊക്കെ പോകണമെങ്കിൽ ചവിട്ടിക്കൊണ്ട് പോകണമെങ്കിൽ രാത്രി പോകുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. പകലാരും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ കൊട്ടാരക്കര ട്രാഫിക് എത്തി. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കൊല്ലത്തിനെക്കാട്ടൊക്കെ ഇച്ചിരി അത്യാവശ്യം നല്ല തിരക്കേറിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ട്രാഫിക്ക് വിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോകണം. അപ്പം കൊട്ടാരക്കര ഭരണിക്കാവ് പോകുന്ന റൂട്ടാണ് നമ്മുടെ കൂട്ടൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പം അവൻ്റെ നമ്പർ വേണമെങ്കിൽ അവിടെ കോൺടാക്റ്റിൽ കൊടുത്തേക്കാം. ആരെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഇതിൽ വിളിച്ചിരുന്നാൽ മതി. നിയാസ് എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ വർക്ക്ഷോപ്പിലോട്ടാണ് ഓട്ടോ വരുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ അവൻ ഷോപ്പ് അടവായിരുന്നു അന്ന്. അപ്പം അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവൻ വന്നിട്ടുണ്ടെങ്കിലല്ലേ കടയിലോട്ട് വണ്ടി കയറ്റി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം വരും. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത വണ്ടി ഇറക്കാനുള്ള തത്രപ്പാടാണ്. അപ്പം കണ്ണനാണെങ്കിൽ വണ്ടിയുടെ പുറകിൽ തന്നെ നിൽക്കും. അപ്പം ടാഗും കാര്യങ്ങളൊക്കെ അഴിച്ച് വണ്ടി വെച്ചേക്കാം. അപ്പം 2-3 പേരോട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഇറക്കി വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് നമ്മളിപ്പം നാളെയോ മറ്റന്നാളോ വണ്ടി എടുക്കും.
ഇനിയിപ്പം ചെയിൻ സ്പോക്കറ്റ് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് മറ്റേ 220 മാറ്റി നമ്മൾ 150 ചെയിൻ സ്പോക്കറ്റ് ഇടാനാണ് പ്ലാൻ. കുറച്ച് ഇനിഷ്യലും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് വെച്ചപ്പോഴും അവനും പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്യാവശ്യം ഇനിഷ്യലും കാര്യങ്ങളൊക്കെ കിട്ടും, പിന്നെ മൈലേജ് ചിലപ്പോൾ ഒരു ഷോർട്ടേജ് വരും. പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തോ അങ്ങനെ, അല്ലെങ്കിൽ റാഷ് ഡ്രൈവിങ്ങോ കാര്യങ്ങളോ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എത്രത്തോളം നമ്മൾ സേഫായിട്ട് ഓടിക്കുന്നുവോ അതേപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ചെയിൻ ലാസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ്റെനൻസ് പറയാനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. വണ്ടിയുടെ കെട്ടും കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്ത താഴോട്ട് ഇറക്കിയൊക്കെയുള്ള ഇതിൽ നോക്കുവാണ്. അതുകൊണ്ട് ഇനിയിപ്പം ഇറക്കി വെച്ചിട്ട് നമ്മൾ വണ്ടി ഇവിടെ തന്നെ കയറ്റി വെക്കാനുള്ള പ്ലാനാണ്. അപ്പം ഇനിയിപ്പോൾ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളെല്ലാം മേടിക്കണം. ഈ 4 വർഷത്തിന് ശേഷം വണ്ടി ഇപ്പോഴാണ് കേട്ടോ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് വരുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതേ വേറെ എങ്ങും വണ്ടി നമ്മളെ വഴിയിലാക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ എത്രത്തോളം വണ്ടിയെ സ്നേഹിക്കുന്നു അതേപോലെ വണ്ടി തിരിച്ചു നിൽക്കും. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഒരു രാത്രിയാണ് ചെയിൻ്റെ ലോക്ക് പൊട്ടിപ്പോയതാണ്. അപ്പം മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കി, പിന്നെ അതിന് ഒട്ടും പറ്റത്തില്ല എന്ന് വന്നപ്പോഴാണ് ആ ചെയിൻ പൊട്ടിയത്. നമുക്കും അറിയാലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞ ശേഷം ഇനിയിപ്പം ഓട്ടോ ചേട്ടൻ പോകാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോ ചേട്ടനെ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടു. അപ്പം ഇനി പിന്നെ അത് കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരും വന്നായിരുന്നു, അവരെയും പറഞ്ഞു വിട്ടു. ഇതാണ് ഈ നിൽക്കുന്നതാണ് വട്ടോളി അളിയൻ നിയാസ്, എൻ്റെ ഒരു കൂട്ടുകാരൻ. ഒരാളോടുണ്ട്, അവനിപ്പോൾ സ്ഥലത്തില്ല, ബാംഗ്ലൂരാണ്. അങ്ങനെ വണ്ടിയെല്ലാം നമ്മൾ ഇറക്കി. വർഷപ്പോൾ അടവായതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഷെഡിലേക്ക് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ബാക്കിൽ ചെറിയൊരു അടയും വെച്ചിട്ടുണ്ട്, കാരണം ചെയിൻ ഇല്ലാത്തതുകൊണ്ട് ഗിയർ ഇട്ടാലും കിടക്കില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് അടയും വെച്ചു, അതാണ് കട. അങ്ങനെ അവനാണെങ്കിൽ V4 എടുത്ത് ഊരി തണ്ടിട്ട് അപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. ഇനിയിപ്പം ബാക്കി വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും.